നമസ്തേ. ICSE 10th ക്ലാസ്സിലെ നയാ രാസ്ത എന്ന ഉപന്യാസത്തിൻ്റെ 13 അധ്യായമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ സാരാംശം. मीनू के हॉस्टल का वातावरण कुछ शांत सा हो चला था. परीक्षा शुरू होने में सिर्फ 15 दिन शेष रह गए थे. सभी छात्राएँ अपने अपने कमरे में बैठी अपनी पढ़ाई में व्यस्त थी. അങ്ങനെ മീനു ഹോസ്റ്റലിലെത്തി. മീനുവിൻ്റെ ഹോസ്റ്റൽ ജീവിതം വളരെ ശാന്തപൂർണ്ണമായിരുന്നു. പരീക്ഷ ആയതുകൊണ്ട് അവർ എല്ലാ കുട്ടികളും മുറിയിൽ ഒരുമിച്ച് കൂടി അവർ പഠിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. मीनू की तो बचपन से ही पढ़ाई में रुचि थी. परीक्षा के दिनों में उसे खाने की भी सुध नहीं रहती थी. परीक्षा से पूर्व का अवकाश चल रहा था. उसका सारा समय पढ़ाई में लग रहा था. जब कभी थक जाती तो अपनी सहेली माया से कुछ देर बाद बात करती और फिर पढ़ने में जुड़ जाती है. മീനു ആണെങ്കിൽ കുട്ടിക്കാലം മുതൽ പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അവൾ ഈ പരീക്ഷാകാലമായ പിന്നെ ആഹാരം പോലും മറന്നുപോകും, ആഹാരം പോലും വേണ്ട. അപ്പം പരീക്ഷയുടെ സമയമായതുകൊണ്ട് അവർക്ക് പരീക്ഷ പഠിക്കുന്നതിനുള്ള അവധിയാണ്, അതിന് തയ്യാറെടുക്കുന്നതിനുള്ള അവധിയാണ്. അങ്ങനെ പഠിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ അവൾ കുറച്ച് നേരം അവളുടെ കൂട്ടുകാരിയായ മായയോട് വർത്തമാനം പറഞ്ഞിരിക്കും. എന്നിട്ട് അതിന് ശേഷം വീണ്ടും പഠിക്കാൻ തുടങ്ങും. आज मीनू को कुछ ज़्यादा ही थकान महसूस हो रही थी. उसके सिर में तेज दर्द था. माया ने देखा तो वह दंग रह गई. मीनू को तेज़ बुखार था. वह फौरन दवाई लेने पर. പക്ഷെ അന്ന് അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായിരുന്നു, നല്ല ചൂടുമുണ്ട്, അപ്പം തലയിൽ വേദനയുണ്ട്. മായയ്ക്ക് നോക്കിയപ്പം തന്നെ മനസ്സിലായി മീനുവിന് നല്ല പനിയാണ്. പെട്ടെന്ന് അവൾക്ക് മരുന്ന് കൊടുത്തു. बीमारी की अवस्था में मीनू को माम की याद आई. बचपन की यादें ताज़ा हो आई. एक बार जब वह कक्षा 8 में पढ़ती थी तो उसे तेज़ ज्वर हुआ था. डॉक्टर ने बर्फ़ की पट्टियाँ रखने के लिए कहा था. माम सारी रात बैठकर बर्फ़ की पट्टियाँ उसके सिर पर रखती रही थी. सुबह तक मीनू का ज्वर उतर गया था. मीनू सोच रही थी आज माम होती तो उसकी कितनी सेवा करती. तभी माया दवाई लेकर आ गई. उसने मीनू को दवाई दी, फिर उसका सिर दबाने लगी. उसे आराम मिला और वह सो गई. അപ്പോൾ ഇതേപോലെ അസുഖം വരുമ്പോൾ അമ്മ ഇങ്ങനെ ചെയ്യാറുള്ള കാര്യം അവൾ ഓർത്തു. അമ്മ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നേനെ. അമ്മ തുണിയെല്ലാം നനച്ച് നെറ്റിയിലൊക്കെ ഇടും, ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകും, മരുന്ന് തരും എന്നൊക്കെ അവളങ്ങനെ ഓർത്തുപോയി. ഏതായാലും നമ്മുടെ മായ അവൾക്ക് മരുന്നും കൊടുത്തു. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പം കുറച്ചൊരു ആശ്വാസം കിട്ടി. സുബഹ് ജബ് ആംഖേं खुली तो देखा माया सो रही है. जब माया जागी तो उसने उठकर सबसे पहले उसे दवाई दी. दूसरे दिन मीनू का ज्वर उतर गया. 2 दिन की बीमारी में ही मीनू काफ़ी कमज़ोर हो गई थी. രാവിലെ ആയപ്പം കണ്ണ് തുറന്ന് നോക്കിയപ്പോഴും നമ്മുടെ മായ ഉറക്കമാണ്. മായ നേരത്തെ ഉണരുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ മരുന്ന് കൊണ്ട് കൊടുത്തേനെ. പക്ഷേ അവൾ ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട് അവളും ഉറങ്ങിപ്പോയി. അങ്ങനെ 2 ദിവസം കൊണ്ട് മായയുടെ പനിയെല്ലാം മീനുവിൻ്റെ ബുഖാറെല്ലാം മാറി. എന്നാൽ ആ പനിയുടെ ക്ഷീണം കാരണം അവളങ്ങ് ക്ഷീണിച്ചു പോയി. कुछ दिन पश्चात मीनू की परीक्षा शुरू हो गई. उसने काफ़ी लगन, मेहनत और साहस का परिचय दिया. उसके सभी पेपर अच्छे हो रहे थे. अब उसे इंतज़ार था अंतिम पेपर का. उसे घर जाने की धुन थी. सभी से मिल बहुत दिन हो गए थे. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരീക്ഷ ആരംഭിച്ചു. അവൾ വളരെയധികം ശ്രദ്ധയോടെ, ലക്ഷ്യത്തോടെ, പരിശ്രമത്തോടു കൂടിയാണ് പരീക്ഷയെ നേരിട്ടത്. അതുകൊണ്ട് പരീക്ഷയെല്ലാം വളരെ എളുപ്പമായിട്ട് അവൾക്ക് തോന്നി, നല്ലതായിട്ട് തോന്നി. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ പേപ്പറും കഴിഞ്ഞു, എക്സാം പേപ്പറും കഴിഞ്ഞപ്പോൾ അവൾക്ക് വീട്ടിലേക്ക് പോയാലോ എന്നുള്ളൊരു ചിന്ത വന്നു. എല്ലാവരും വീട്ടുകാരെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി. आज उसकी परीक्षा समाप्त हो चुकी थी. अब वह बहुत खुश थी. उसके हृदय में घर जाने का उत्साह था. कमरे में पहुंचते ही उसने अपना सारा सामान संभालना शुरू किया. परीक्षा के दिनों में वह अपने गंदे कपड़े धो नहीं पाई थी. उसने अपने गंदे कपड़े एक बैग में भर लिए. അങ്ങനെ പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അല്ല, വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. അപ്പം പരീക്ഷ ആയിരുന്നുകൊണ്ട് അവൾക്ക് തുണി നനയ്ക്കാനൊന്നും സമയം
നോക്കിയില്ലായിരുന്നു, കാരണം തുണി നനച്ചില്ല. ആ സമയം കൂടി ഇരുന്ന് പഠിച്ചു. അപ്പോഴവൾ ആ മുഷിഞ്ഞ തുണിയെല്ലാം കൂടി ഒരു ബാഗിനകത്താക്കി നിറയ്ക്കുകയാണ്. ഉസ്കി സഹേലി माया भी अपने घर जाने की तैयारी में लगी थी. उसने भी अपना सब सामान लगाया. वे 2 महीने की छुट्टियों में अपने अपने घर जा रही थी. അങ്ങനെ കൂട്ടുകാരുമായി അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുവാണ് വീട്ടിലേക്ക് പോകാനായിട്ട്. 2 മാസത്തെ അവധി, വേ ദോ മഹീനയ്ക്ക് ചുട്ടിയോമേ അപ്പനെ, അങ്ങനെ 2 മാസത്തെ അവധിക്ക് വേണ്ടി സമ്മർ വെക്കേഷൻ അവർ പോവുകയാണ്. माया व मीनू दोनों में एक साथ हॉस्टल से अपने अपने घर जाने के लिए निकली. उन दोनों के घर के रास्ते अलग अलग थे. मीनू को मीरापुर जाना था और माया को अलीगढ़. इसलिए उन दोनों ने वहीं से एक दूसरे से विदा ली. രണ്ടുപേരും അവനവൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. പക്ഷേ 2 പേർക്കും 2 സ്ഥലത്തേക്കാണ് പോകേണ്ടത്. മീനുവിന് മീരാപ്പൂരിലേക്കും നമ്മുടെ മായയ്ക്ക് അലിഗഡിലേക്കും. അങ്ങനെ അവർ 2 വഴിക്ക് തിരിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി അടുത്ത അധ്യായം 14-ാമത്തെ അധ്യായത്തിൻ്റെ വിവരണം ഉടനെ തന്നെ നമുക്ക്